1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകൾ, പെൻഷൻ കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ആളുകൾ, അവർ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുന്നു, കോടികൾ ചെലവാക്കുന്നു. ലോക കേരള സഭ എന്ന് പറഞ്ഞിട്ട് വലിയ മാമാങ്കം നടത്തുന്നു. കഴിഞ്ഞ തവണ 2 or 3 തവണ നടത്തിയിട്ടുള്ള ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിനോ പ്രവാസികൾക്കോ ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. എങ്കിൽ പോലും വീണ്ടും ഇതാ അടുത്ത ലോക കേരള സഭ നടത്താൻ പോവുകയാണ്. ഇന്നത്തെ പത്രത്തിൽ വേറൊരു വാർത്ത കണ്ടു. 300 കോടി ചെലവിട്ടുകൊണ്ട് ഡൽഹിയിൽ ഒരു കേരള ഭവൻ പണിയാൻ പോകുന്നു. ആർക്ക് വേണ്ടിയാ? 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ, ആ ആളുകളോട് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ശേഷിയില്ല, ഞങ്ങൾ വലിയ കടക്കണിയിലാണ്, ഞങ്ങൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്ന ആളുകൾ 300 കോടി ചെലവഴിച്ചുകൊണ്ട് ഡൽഹിയിൽ കേരള ഭവൻ പണിഞ്ഞിട്ട് അത് ആർക്ക് വേണ്ടിയാ? കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്ക്, 4 കോടി ജനങ്ങൾക്ക്, അതിൽ എത്ര പേർക്കാണ് ഡൽഹി പോയിട്ട് കേരള ഭവനിൽ താമസിക്കേണ്ട ആവശ്യം വരുന്നത്? അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ ഇടയിൽ അവസാനം ഇപ്പൊ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ജീവാനന്ദം, എന്ത് ആനന്ദാണെന്ന് എനിക്കറിയില്ല, അത് പുതിയ പദ്ധതി. അതിനിടയിൽ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ നടപടി സ്വീകരിച്ചു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വിശ്രമത്തിന് വേണ്ടി ലോകം കറങ്ങാൻ പോയ ആളാണ് അദ്ദേഹം. സ്വന്തം പൈസയിൽ നിന്നാ, സ്വന്തം പണത്തിൽ നിന്നാണോ, നിക്ഷേപത്തിൽ നിന്നാണോ, സമ്പാദ്യത്തിൽ നിന്നാണോ ഈ ചെലവ് വഹിച്ചത്? അതോ ആരായിരുന്നു സ്പോൺസർ? ഇപ്പോഴും അതിന് ഉത്തരം വന്നിട്ടില്ല. അതിനുശേഷം നമ്മുടെ തദ്ദേശ ഭരണ വകുപ്പ് മന്ത്രി, ആരാ സ്പോൺസർ? 5 യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത്. സംസ്ഥാനത്തെ മന്ത്രിമാര് 1600 രൂപ പെൻഷൻ കൊടുക്കാൻ കഴിവില്ലാത്ത ഒരു സർക്കാരിന്റെ മന്ത്രിമാര് സ്പോൺസർമാരുടെ ചെലവിൽ വിദേശത്ത് വിനോദയാത്ര നടത്തിയിട്ട് ഞങ്ങൾ ധനകാര്യ മാനേജ്മെന്റ് കാര്യക്ഷമമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയില്ല. രാജ്യത്ത് മാത്രമല്ല, ഈ ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യം 12, 13, 14 ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരള സർക്കാരിന്റെ തന്നെ വിലയിരുത്തലിൽ കേരളം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും കൈവരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കേരളത്തിന്റെ തന്നെ വിലയിരുത്തലായിട്ട് രേഖകളിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കടബാധ്യതയുള്ള സംസ്ഥാനമാക്കിയിട്ട് കേരളത്തെ മാറ്റി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് ഒരു പുരോഗതി ഉണ്ടായില്ല. എന്നിട്ട് പറയുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമായിട്ട് കേരളത്തെ ഉയർത്തും. ഇതാണ് പ്രോഗ്രസ് റിപ്പോർട്ടിലെ വാഗ്ദാനം. നിങ്ങളെല്ലാവരും ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് സ്ഥിരമായിട്ട്. തിരുവനന്തപുരത്തെ റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള ഏതാണ്ട് 900-ലധികം കോടി, എൻ്റെ ധാരണ 900 ആണോ 1200 കിട്ടിയോന്ന് എനിക്കറിയില്ല, സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിട്ട് ആ കൊടുത്തിട്ടുള്ള പണം, ആ പണം ഉപയോഗിച്ചിട്ട് ഈ തിരുവനന്തപുരത്ത് ആളുകൾക്ക് വഴി നടക്കാൻ പറ്റാത്ത വിധത്തിൽ തിരുവനന്തപുരത്തെ റോഡുകൾ മാറ്റിയതിന് ശേഷം മുഖ്യമന്ത്രി പറയുകയാണ് രാജ്യത്തെ ഏറ്റവും പശ്ചാത്തല വികസനം, അടിസ്ഥാന സൗകര്യ വികസനമുള്ള സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റും എന്ന്. തിരുവനന്തപുരത്തെയും കൊച്ചിയുടെയും സ്ഥിതി 2 മണിക്കൂർ തുടർച്ചയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നഗരം വെള്ളത്തിലാകുന്ന, നഗരം വെള്ളപ്പൊക്കത്തിന്റെ കെടുതി അനുഭവിക്കുന്ന നഗരമാക്കിയിട്ട് ഈ തിരുവനന്തപുരത്തെയും കൊച്ചിയെയും മാറ്റി. പക്ഷേ അവകാശവാദത്തിന് ഒരു കുറവുമില്ല. നികുതി പിരിവിന്റെ കാര്യത്തിൽ 7100 കോടിയുടെ വീഴ്ചയുണ്ട് എന്ന് 2016 മുതലുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഈ കണക്കുകൾ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ബാലഗോപാലാണോ പറഞ്ഞത്, അത് കേരളമുണ്ടായ കാലം മുതലുള്ളതാണ്. 2016 മുതൽ 2020-21 വരെയുള്ള കാലഘട്ടത്തിലെ കണക്കുകളാണ് 7100 കോടി. ധനകാര്യ മാനേജ്മെന്റ് ആകെ മെച്ചപ്പെട്ടിട്ടുള്ളത് സംസ്ഥാനത്തെ പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെയും അവരുടെ കാര്യത്തിലാണ്. മാത്രമല്ല പൊതുജനാരോഗ്യ കാര്യം,
ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നമ്മുടെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലൊന്ന് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ ഈ സർക്കാരിൻ്റെ കീഴിൽ ആരോഗ്യരംഗം എവിടെ എത്തിയെന്ന് നമുക്കറിയാം. ആന ആക്രമണത്തിൽ പോലും ചികിത്സിക്കാൻ സൗകര്യമില്ലാത്ത വയനാട് മെഡിക്കൽ കോളേജ്, കാട്ടാന ശല്യത്തിൽ കാട്ടാനയുടെ ആക്രമണമേറ്റ് അത് ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തൊരു സ്ഥിതി ഇപ്പോഴും നിലനിൽക്കുകയാണ് വയനാട്ടിൽ. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവരെ കോഴിക്കോട് വരെ കൊണ്ടുവരേണ്ടി വരുന്ന സ്ഥിതിയാണ്. പക്ഷേ പറയുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളരെ മെച്ചപ്പെട്ടു എന്നാണ്. എല്ലാ വർഷവും പകർച്ചവ്യാധികൾ കേരളം മുഴുവൻ പടർന്നു പിടിക്കുന്നു. ആരുടെ ഉത്തരവാദിത്തമാണ്? ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമല്ലേ? വന്യജീവി ആക്രമണത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇത്രയും കാലമായിട്ട് സർക്കാരിന് സാധിച്ചിട്ടില്ല.